നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ തീരത്തിനും വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീനത്തിൽ ബംഗാളിന്റെ തെക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും സംസ്ഥാനത്തുടനീളം കനത്ത ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ദക്ഷിണ ഗംഗാതീര ബംഗാളിനും സമീപത്തുള്ള ബംഗ്ലാദേശിനും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.6 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇത് തെക്കോട്ട് ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുതിയൊരു ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളത്. ഇതേസമയം ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പലയിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു. ഓറഞ്ച് അലർട്ട് ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. മറ്റു ജില്ലകൾ ശേഷിക്കുന്ന ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെ 4 മണിക്കുള്ളിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതി കണക്കിലെടുത്ത് ബംഗാളിൽ മഴയുടെ വ്യാപ്തി വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. തെക്കൻ ബംഗാളിൽ വ്യാഴാഴ്ച മുതൽ തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൂർബ മേദിനിപൂർ, സൗത്ത് 24, പർഗാനാസ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 7 മുതൽ 20 സെന്റിമീറ്റർ വരെ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഝാർഗ്രാം, നോർത്ത് 24 പർഗാനാസ്, കൊൽക്കത്ത, ഹൗറ, ഹുഗ്ലി, ബംഗുറ എന്നീ ജില്ലകളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിനൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 8ഓടെ മഴയുടെ ശക്തി മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കും. ഝാർഗ്രാം, ബംഗുറ, പരുലിയ, പശ്ചിം ബർധമാൻ, മേദിനിപൂർ, ബിർഭൂം എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരും. ഇതിനുശേഷം മഴയുടെ തീവ്രത കുറയുമെങ്കിലും ഓഗസ്റ്റ് 10 വരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഓഗസ്റ്റ് 13 വരെ തെക്കൻ ബംഗാളിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. വടക്കൻ ബംഗാളിലെ എല്ലാ ജില്ലകളിലും ഓഗസ്റ്റ് 7 മുതൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓഗസ്റ്റ് 8-ന് ജാൽപയൂരി, അലിബുർദാൻ, നോർത്ത് ദിനാജ്പൂർ എന്നീ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യും. ഓഗസ്റ്റ് 9ഓടെ ഡാർജിലിംഗ്, കാളിംപോങ്, കൂച്ച് ബിഹാർ എന്നീ മലയോര മേഖലകളിലേക്കും അയൽ ജില്ലകളിലേക്കും മഴ വ്യാപിക്കുമെന്നും അതിനുശേഷം ക്രമേണ ശക്തി കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടിമിന്നൽ, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, പച്ചക്കറികൾക്കും ഉദ്യാന വിളകൾക്കും ഉണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയുള്ള സമയത്തും ഇടിമിന്നലുള്ളപ്പോഴും ജനങ്ങൾ സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം മൺസൂൺ ഇത്രയും സജീവമാകാൻ കാരണം ഒന്നിലധികം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള മൺസൂൺ പാത്തി ഗംഗാനഗറിൽ നിന്ന് ഡൽഹി, തെക്കുപടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ന്യൂനമർദ്ദ പ്രദേശം എന്നിവയിലൂടെ ബംഗാൾ ഉൾക്കടൽ വരെ നീളുന്നതാണ്. തെക്കുപടിഞ്ഞാറൻ ഉത്തർപ്രദേശിനു മുകളിലുള്ള ന്യൂനമർദ്ദവും അതിനോടനുബന്ധിച്ചുള്ള അന്തരീക്ഷ ചുഴലിയും സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു. തെക്കൻ ഗംഗാതീര ബംഗാളിലെയും ബംഗ്ലാദേശിലെയും അന്തരീക്ഷ ചുഴലി തീരദേശത്തിന് സമീപം പുതിയൊരു ന്യൂനമർദ്ദത്തിന് വഴിയൊരുക്കുന്നു. ഇത് പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി മധ്യ കിഴക്കൻ ഇന്ത്യയിലേക്ക് കടക്കും. ഈ 3 ഘടകങ്ങളും ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൻതോതിൽ ഈർപ്പമുള്ള കാറ്റ് എത്തിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ വലിയൊരു ഭാഗത്ത് കനത്ത മഴ തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.